നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തം തന്നെയാകുന്നു. അതേപോലെ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ പലവിധ രഹസ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും അത്തരം കാര്യങ്ങൾ പലർക്കും മനസ്സിലാകണം എന്നില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ആദ്യത്തെ ചിത്രം ഉപ്പന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം പരുന്തിന്റെ ആകുന്നു. മൂന്നാമത്തെ ചിത്രം കാക്കയുടേതുമാണ്. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിയണം. മറഞ്ഞിരിക്കുന്നതായ സൗഭാഗ്യങ്ങൾ തെളിയണം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന കാര്യം ഭഗവാനോട് അല്ലെങ്കിൽ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ തൊഴിൽ അഥവാ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് പുതിയ തൊഴിൽ ലഭിക്കുകയോ തൊഴിൽ മാറുകയോ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുകയോ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു പുതിയ കാര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സ്വയം തൊഴിൽ വഴി നിങ്ങൾക്ക് സമ്പാദ്യം നേടിയെടുക്കുവാൻ സാധിക്കും. അഥവാ സ്വയം തൊഴിൽ വഴിയും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന രഹസ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള വർക്കുകളിൽ ജോലികളിൽ നിങ്ങൾ ശോഭിക്കുന്നവരാകുന്നു. നിങ്ങൾ ഇപ്പോഴുള്ള ജോലി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറ്റൊരു ജോലി നോക്കുകയാണ് എങ്കിൽ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. മറ്റ് ജോലികളിലും നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഒരു സൗഭാഗ്യം തന്നെയാകുന്നു. അതിനാൽ ഈ രഹസ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രശസ്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ ഈശ്വര കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുള്ളവരാകുന്നു. എന്നാൽ പലപ്പോഴും ആ കഴിവ് നിങ്ങൾ തിരിച്ചറിയണം എന്നില്ല. അതൊരു രഹസ്യമായി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ കൂടുതലായി ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ തന്നെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അർപ്പണത്തോടെ ഏത് കാര്യവും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ആത്മവിശ്വാസം ക്രമേണ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങൾ ചെയ്യുകയും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടതാകുന്നു. വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും വിജയങ്ങൾ നിങ്ങൾക്ക് തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏകാഗ്രത പലപ്പോഴും ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് ഏകാഗ്രത ലഭിക്കും. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക്
അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഏതാണ് എന്ന് വിശദമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരും അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം. അഭിലാഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് അനുകൂലമായി തീരാം. പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നേടിയെടുക്കുവാനോ വർദ്ധിപ്പിക്കുവാനോ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങളിലുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഉയർച്ച അത് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നല്ല സമയം അഥവാ ശുഭകരമായ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് ക്രമേണ നിങ്ങൾക്ക് ബോധ്യമാവുക തന്നെ ചെയ്യും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരം തേടിയെത്തുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതിസന്ധികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. അത് മാറണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. തടസ്സങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വയം പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള പല കഴിവുകളും അത് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാം. അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ കഴിവുകൾ നിങ്ങളിലുള്ള ആ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ പരുന്തിനെ അഥവാ സാക്ഷാൽ ഗരുഡനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കരുതൽ വേണ്ട സമയമാണ് എന്ന് പറയാം. കാരണം പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പല വ്യക്തികളും പല കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുക. കൂടുതൽ അവരെക്കുറിച്ച് ആലോചിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും നിയന്ത്രണം വരുത്തേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ യാതൊരു മടിയും കൂടാതെ ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. സാമ്പത്തികപരമായ ഭദ്രത നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും എങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അത്ര അനുകൂലമാകണം എന്നില്ല. അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. പടിപടിയായുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. ഭൗതികമായ വിജയങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിലും ഇപ്പോൾ പലവിധ തടസ്സങ്ങളാൽ അത് മറഞ്ഞു നിൽക്കുന്നതായ അവസ്ഥയാണ് ഉള്ളത്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്പം കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം എന്ന കാര്യം ഓർക്കുക. മുൻകാലത്തെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും നാം പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. പലപ്പോഴും അമിതമായി പണം ചെലവഴിക്കുവാൻ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് എനിക്കത് അനുകൂലമാകുമോ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടോ എന്ന കാര്യം ചിന്തിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ആരുടെ പ്രേരണയാലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. സ്വയം ചിന്തിച്ച് ശരിയാണ് എങ്കിൽ മാത്രം ചെയ്യുക. സ്നേഹിക്കുന്നവരെ കൂടെ നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പല രഹസ്യങ്ങളും നിങ്ങൾക്കറിയാം. അത് പലതും പുറത്ത് പറയാത്തവരാണ് നിങ്ങൾ. അത് മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതും വാസ്തവമാണ്. അത് നിങ്ങളുടെ ഒരു കഴിവായി തന്നെ പറയാം. പല രഹസ്യങ്ങളും സൂക്ഷിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്.
ഒറ്റപ്പെടൽ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരുമാണ് നിങ്ങൾ. ഇപ്പോഴും പല അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. മുൻപ് പല രീതിയിലുള്ള ചതി നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാകുന്നു. അത്തരം ചതി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നു എന്ന് തന്നെ പറയാം. പുറത്തു പറയുവാൻ സാധിക്കാത്തതായ ഇത്തരത്തിലുള്ള നിരവധിയാർന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിരവധിയാർന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ പറയാം. അത് പലതും പലരോടും പറയാതെ മനസ്സിൽ ഒതുക്കി കഴിയുന്നവരാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരെ വിശ്വസിക്കണം എന്നറിയാതെ നിൽക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പലരുടെയും ഭാഗത്തു നിന്നും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. അതിനാൽ തന്നെ നിങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. മുൻപ് ചതി അനുഭവിച്ചതിനാൽ തന്നെ നിങ്ങൾ ഈ സമയം വളരെയധികം ശ്രദ്ധ പുലർത്തി അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം കുടുംബകലഹം തുടങ്ങിയ കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഐക്യം അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശത്രുദോഷത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്ഷമ ചോദിക്കേണ്ട സമയം നിങ്ങൾ അത് ചെയ്തിട്ടുള്ളവർ തന്നെയാകുന്നു. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളിലുള്ള പല കാര്യങ്ങളും, അതായത് നിങ്ങളിലെ കഴിവുകൾ നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് അധികം താമസമില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തെറ്റില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. എന്നാൽ പടിപടിയായുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അമിതമായി ഒന്നും ചിന്തിക്കാതിരിക്കുക. പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മൂന്നാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പലവിധ വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ട്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. യാത്ര ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളാകാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താകാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം എന്നില്ല. എന്നാൽ പുതുതായി ചില കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരും എങ്കിലും മനസ്സിലുള്ള വിഷമങ്ങൾ പലപ്പോഴും അത്തരം സന്തോഷത്തെ ശരിയായ രീതിയിൽ ആസ്വദിക്കുവാൻ തടസ്സമാണ് എന്ന് പറയാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉത്സാഹം ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അത് പാടില്ല എന്ന് തന്നെയാണ് ഫലം. നിങ്ങളിലുള്ള യഥാർത്ഥ കഴിവ് നിങ്ങൾ പുറത്തെടുക്കേണ്ടത് അനിവാര്യമാകുന്നു. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ, ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ നേട്ടങ്ങൾ കൊയ്യുവാനും ലാഭം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. ഏത് കാര്യത്തിലും വിജയം നേടുവാനുള്ള അവസ്ഥ, സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അല്പം അനുകൂലമാണ് എങ്കിലും പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. അതിനാൽ കാത്തിരിപ്പ് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുവാനോ തളർത്തുവാനോ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ധൈര്യം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ധൈര്യം നഷ്ടമാകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ക്രിയേറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടതും അനിവാര്യമാണ്, അഥവാ അനിവാര്യമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. വിവാഹം, വീട്, സന്താനലബ്ധി എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അല്പം കൂടി ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കുക. ചിന്തിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. അതായത് വിവാഹം, വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചിന്തയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല. നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ
ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. അത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയാകാം. ശത്രുക്കൾക്ക് പോലും നിങ്ങളോട് വളരെയധികം അസൂയ വർദ്ധിക്കുന്നതായ ഒരു സമയമായി അത് മാറും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ജോലി ലഭിച്ചു എന്ന് വരാം. ശുഭകരമായ ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സമാന വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആത്മീയപരമായ കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ വഴിയിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് കാര്യവും അനുകൂലമാക്കി മാറ്റുവാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട്. ആ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ ഭാഗ്യം അല്പം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ നേടാം. എന്നാൽ എല്ലാ കാര്യങ്ങളും ഉടനെ ശുഭകരമായി ഭവിക്കണം എന്നില്ല. പടിപടിയായുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ നിമിഷം മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും.